അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ഒരാൾക്കുള്ളതാണ്. ഞാൻ പറയാം, അതിലേക്ക് വരാം. അപ്പോൾ ഞാനൊരു ചെയ്തൊരു വ്യത്യാസവും അതന്നെയാണ്. ഏത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കളർ മോണിറ്ററുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ. കാരണം ഞാൻ വരെ കമ്പ്യൂട്ടർ പഠിച്ചു, ഇനി നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. ആർക്കാണോ ആവശ്യമുള്ളത് ആ ആവശ്യക്കാരിലേക്ക് എന്നും എത്തും ഞാൻ, ഉറപ്പാണ്. അതായത് ജി ടെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു പ്ലേസ്മെൻറ്റ് ആൽബം ഇറക്കും. ഐ തിങ്ക് ഇന്ന് ലോകത്തിൽ നമ്മൾ പ്ലേസ്മെൻറ്റ് ആൽബത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഒരാളും ഇറക്കിയിട്ടുണ്ടാവില്ല. 1994, അതായത് കേരളത്തിലെ ആൾക്കാർ ഒരു പക്ഷേ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു അത്ഭുത ജീവിയായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്നാൽ പിന്നെ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങിക്കളയുക എന്ന് പറയുന്നത് ഒരു ചെറിയ റിസ്ക് ഒന്നും അല്ല അതിലുള്ളത്. അപ്പോൾ അതിനുണ്ടായിരുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? അതൊരു റിസ്ക് എടുത്തതല്ല. കാരണം ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ ഞാൻ മദ്രാസിലായിരുന്നു പഠിച്ചത്, ചെന്നൈയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ഒരാൾക്കുള്ളതാണ്. ഞാൻ പറയാം, അതിലേക്ക് വരാം. ചെന്നൈയിൽ ഞാൻ ശരിക്കും ഗൾഫിൽ പോകാൻ നിന്ന ആളാണ്. അന്നൊക്കെ നമുക്കറിയാലോ, ഇപ്പോൾ എല്ലാവരും ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഗൾഫിലേക്ക് പോകുക, ഗൾഫിൽ വേഗം ജോലി കിട്ടും. കാരണം അന്ന് ഗൾഫിലൊക്കെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ നാട്ടിലേ വരാത്തതുള്ളൂ. അങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ച് പോകാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ബ്രദർ അവിടെ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഒരു ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, അതും കൂടി പഠിച്ചു വന്നു. അതിപ്പോൾ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്, അത് പഠിച്ചാൽ വേഗം ജോലി കിട്ടുമെന്ന് പറഞ്ഞു, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒറാക്കിൾ പഠിക്കാൻ വേണ്ടി പോയതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഡിഗ്രി ചെന്നൈയിലായിരുന്നു. എന്ത് സബ്ജക്ട് പഠിച്ചു? ഞാൻ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് പഠിച്ചു. അത് കഴിഞ്ഞ് ജോലി എക്കണോമിക്സിൻ്റെ കൂടെ ഞാൻ പാരലായിട്ട് കമ്പ്യൂട്ടറും കൂടി പഠിച്ചതാണ്. അങ്ങനെ പഠിച്ചതാണ്. കാരണം അന്ന് നല്ല അവിടെ ഇപ്പോൾ ചെന്നൈയൊക്കെ വലിയ സിറ്റി അല്ലേ, അവിടെയൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് അന്ന് ആകെ 2 കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്, 2 ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ അവിടെയൊക്കെ ഭയങ്കര ഫീസൊക്കെ ആയിരുന്നു, സാധാരണക്കാരന് പഠിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ചെയ്തൊരു വ്യത്യാസവും അതന്നെയാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധാരണക്കാരന് പഠിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റൈലിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഞാൻ ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ കമ്പ്യൂട്ടർ പഠിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ബ്രദർ പറഞ്ഞ് ഇങ്ങനെ ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ വേഗം ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറാക്കിൾ പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ് മൊത്തത്തിലൊന്ന് ട്വിസ്റ്റായത്. ഞാൻ 4-5 വർഷം ചെന്നൈയിലായിരുന്നല്ലോ, ഡിഗ്രിയും ഇതൊക്കെ IT ഒക്കെ അവിടെ നിന്ന് പഠിച്ച്. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് 4-5 വർഷം അവിടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചാൽ ഇനി വീട്ടിൽ നിന്ന് കുറച്ച് നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് അങ്ങനെ കോഴിക്കോട് പഠിക്കുക എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്ന്, ചെന്നൈ പഠിക്കണോ കോഴിക്കോട് പഠിക്കണോ എന്നുള്ള അതൊക്കെ ഒരു കൺഫ്യൂഷൻ, ഒരു ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവങ്ങളായിരിക്കാം, പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചെന്നൈയിൽ ഇതിൻ്റെ ഫീസ് ചോദിച്ച്, ഈ ഒറാക്കിൾ പഠിക്കാനുള്ള 3 മാസത്തെ കോഴ്സാണ്. ഒറാക്കിൾ പഠിക്കാനുള്ള ഫീസ് ചോദിച്ചപ്പം അന്ന് ചെന്നൈയിൽ 18,000 ഉള്ളൂ, 18,000 രൂപയാണ് 3 മാസത്തേക്ക് ഒറാക്കിൾ പഠിക്കാനുള്ള ഫീസ്. കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഒറാക്കിളിൻ്റെ ഫീസ് ചോദിച്ച്, അന്ന് അവിടെ ഏകദേശം 45,000 18,000 45,000. അപ്പോൾ ഇതെന്താ വലിയൊരു വ്യത്യാസം, സെയിം സബ്ജക്റ്റ് 3 മാസം സെയിം കണ്ടൻറ്റ്, വലിയൊരു വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസം എന്താ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി മനസ്സിലായത്. കാരണം വെച്ചാൽ കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോടൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല, ആകെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള ഫീസ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാണ്. ഇതൊരു 18,000 രൂപേൻ്റെ കോഴ്സാണ്, ഇത് 3 ഇരട്ടിയായിട്ടാണ് അവിടെ നിന്ന് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു മേഖലയാണ് എന്നുള്ളത് എനിക്ക് തോന്നി, അന്ന് തന്നെ തോന്നി. പക്ഷേ അന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ഒറാക്കിൾ പഠിച്ചു. അതോടൊപ്പം തന്നെ അവിടെ ഒരു ട്രെയിനി ആയിട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനുള്ള രീതിയിലേക്കുമായി. അവിടെ നിന്നാണ് ഒരു സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലേക്കുള്ള. കാരണം അന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അത് സാധാരണക്കാരൊന്നും ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി വരില്ല, കാരണം വലിയ ഫീസല്ലേ. 18,000 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ടോക്കിംഗ് അബൌട്ട് 30 years ago, 30 വർഷം മുന്നേ 18,000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫീ തന്നെയാണ്, വലിയ എമൗണ്ട് തന്നെയാണ്. കാരണം അന്നത്തെ ഒരു സാലറി പാക്കേജ് ഒരു മാസത്തെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ട്രെയിനി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു മാസം 500 രൂപയൊക്കെയാണ്. അങ്ങനെ അതിലൊരു വലിയ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 94 ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നുള്ളൊരു പ്ലാന് വെച്ചിട്ടുള്ളത്.
പിന്നെ 96-ൽ 96-ൽ തൊട്ടടുത്ത ഒരു ടൗണാണ് മഞ്ചേരി, മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്തു. അന്ന് ജസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് മോൾക്ക് ആകെ ഒരു 3 മാസമായിട്ടേ ഉള്ളൂ. ആ സമയത്താണ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അന്നാണ് ഞാൻ ഈ അഡ്വർട്ടൈസ് ചെയ്തത്. ഏത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ കളർ മോണിറ്ററുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ. കാരണം നമ്മളെ നമുക്കറിയില്ല, നമ്മൾ ടി വി തന്നെ ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നിന്ന് കളറിലേക്ക് വന്ന സമയത്തുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, അതൊരു വലിയ മാറ്റമാണ്, ഒരു ചേഞ്ചാണത്. അങ്ങനെ ഞാൻ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സെൻറ്ററായിരുന്നു തുടങ്ങിയത്. അന്ന് 15 കമ്പ്യൂട്ടർ, അതൊക്കെ ഭയങ്കര സംഭവമാണ്. കാരണം ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വലുത് തന്നെയല്ലേ. 15 മെഷീനൊക്കെ വെച്ചിട്ട് ആണ് അന്ന് മഞ്ചേരിയിൽ തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ പെരിന്തൽമണ്ണ തുടങ്ങി, പിന്നെ തിരൂർ തുടങ്ങി, പിന്നെ വടകര തുടങ്ങി. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ തുടങ്ങി. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നല്ലൊരു ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല അങ്ങനെ വന്നു. അങ്ങനെയാണത് സംഭവിച്ചത്. ചോദിച്ചു വന്നതാണ്, നമുക്കൊരു ഭയം തോന്നുമല്ലോ, ഇങ്ങനെ ആർക്കും പരിചിതമല്ലാത്തൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ ഓവർകം ചെയ്തതാണ്? അല്ലെങ്കിൽ ആ ഒരു ഭയം എന്തായിരുന്നു, ശരിക്കും എന്തായിരുന്നു? ഇപ്പം എനിക്കിപ്പോൾ 30 വർഷം മുമ്പത്തെ കാര്യം ആലോചിക്കുമ്പം എന്തിനാ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങണം, ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർ വരുമോ, ആരെങ്കിലും പഠിക്കാൻ വരുമോ, ഈ പൈസ കൊടുത്തിട്ടൊക്കെ വരുമോ? തീർച്ചയായിട്ടും ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം അന്ന് ഞാനിത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരുപാട് റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ തന്നെ ഈ സെയിം ചോദ്യം ചോദിച്ചതാ. ഈ കമ്പ്യൂട്ടറൊക്കെ ഇത് പഠിക്കാനൊക്കെ ആരെങ്കിലും വരുമോ, ഇതൊക്കെ എന്നാണ് ഇംപ്ലിമെൻറ്റേഷനൊക്കെ ആവുക? ഇപ്പോൾ കാരണം അന്നൊന്നും നാട്ടിലൊന്നും അങ്ങനെ ഒരു വലിയ കമ്പ്യൂട്ടറും ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ഏതോ 1-2 ട്രാവൽസിലാണ് ഉണ്ടാവുക. കാരണം അവരുടെ ഈ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും അതും ഇതൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ആ ഒരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഒരു എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തലവിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ എനിക്കത് വലിയൊരു പൊട്ടൻഷ്യൽ മേഖലയായിട്ട് തോന്നി. ഇതിലിങ്ങനെ നമ്മളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫീസ് അടയ്ക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് ഫീസ് അടയ്ക്കുന്ന സിസ്റ്റം എവിടെയില്ല. അപ്പോൾ അത് പിന്നെ അവർ ചോദിച്ച് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനമാണെന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാർ സാധനം മേടിച്ചു കൊണ്ടുപോയി പിന്നെയൊക്കെയാണല്ലോ തരിക. എഡ്യൂക്കേഷൻ രംഗത്ത് കടമില്ല, ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, അവിടെ ആർക്കും ഒരു മുഷിപ്പോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഉമ്മയാണ്. അതൊരു വലിയൊരു ഫാക്റ്റാണ്. കാരണം ഈ വർഷം, അതായത് ഇത്രയും കൊല്ലം 1990 അതായത് 35 വർഷം മുന്നേ എന്നോട് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ഉമ്മയാണ്. അത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു കോഴിക്കോട് എന്ന് പറയുന്ന ഒരു റീജിയനിലുള്ള ഒരു സ്ത്രീ അത് എങ്ങനെ ഇത് മുന്നിൽ കണ്ട് പറഞ്ഞു എന്നുള്ളത് വളരെ കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളെ മനസ്സിലൊരു ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഉമ്മനോട് ഇതാര് പറഞ്ഞു എന്നുള്ള. കാരണം എൻ്റെ ഫാദർ വളരെ ചെറുപ്പത്തിൽ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയായിരുന്നു എല്ലാം. പിന്നെ ഉമ്മയും ബ്രദേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഉമ്മയാണ് അന്ന് ഞാൻ ഫാറൂഖ് കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട്. അവിടുന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്നെ മാറ്റി എന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതും ചെന്നൈയിൽ കൊണ്ടുപോയി അഡ്മിഷൻ ആക്കിയതും ഒക്കെ ഉമ്മൻ്റെ ഒരു ബലത്തിലാണ്. ഞാൻ പറഞ്ഞ വാട്ട് എവർ സക്സസ് വി ഹാഡ് ടുഡേ, സക്സസ് ഒന്നും പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മൾ ഇന്നൊരു സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഉമ്മക്കുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒക്കെ ഞാനിത് എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. കാരണം എന്താ പറയുക, അന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മളൊരു ചെറിയ വയസ്സല്ല. ഞാനിപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്ന വയസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 16 years. അപ്പോൾ എന്തായാലും ഉമ്മക്ക് അതിൽ വലിയൊരു റോളുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ വ്യക്തി ഉമ്മയാണ്. 101% ഉമ്മയാണ്. ഓക്കെ. അപ്പോൾ എന്നാലും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, പക്ഷെ അപ്പോൾ ഒരുപക്ഷെ ആ ജോലി കണ്ടിന്യൂ ആയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഒരുപക്ഷെ ഒരു അധ്യാപകനായിട്ട് മാറായിരുന്നു, അവിടെ തന്നെ പഠിപ്പിക്കുന്ന ഒരാളായി മാറുന്നു. പക്ഷെ സാറ് സെലക്ട് ചെയ്തത് ഒരു ഓൺട്രപ്രണർ ആവാനാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും സ്റ്റോറി ഉണ്ട്. എൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി എന്ന് വെച്ചാൽ അത് നമ്മളെ ഒരു ബ്ലഡിൽ ഉണ്ടാവുമല്ലോ, ആ ജീൻ എന്ന് പറയില്ല. ആ ജീൻ നമ്മൾ ബിസിനസ് ഫാമിലിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും എൻ്റെ ഫാദർ ആണെങ്കിലും ഇവരൊക്കെ അത്യാവശ്യം നല്ല പാരമ്പര്യമുള്ള പേര് കേട്ട ബിസിനസ്സുകാരാണ്. ഇന്നും ഇപ്പോൾ കോർപ്പറേഷൻ അവരുടെ പേരിലൊക്കെ റോഡുകളൊക്കെ കോഴിക്കോടുണ്ട്. ഇപ്പം മണലോടി അബൂബക്കറാജി റോഡ് എൻ്റെ ഉപ്പൻ്റെ പേരിലുള്ള റോഡാണ്. അപ്പോൾ ഉപ്പ 51 വയസ്സിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹി മൈറ്റ് ഹാവ് ഡൺ സംതിങ് ടു ദ സൊസൈറ്റി, അല്ലാതെ അങ്ങനെ വരൂലല്ലോ.
അപ്പോൾ അവരൊക്കെ നല്ല ബിസിനസ്സുകാരായിരുന്നു. ആൻഡ് മൈ ഫാദർ ബേസിക്കലി ഈ വാസ് വെൽ എഡ്യൂക്കേറ്റഡ്. നമ്മളുടെ ആ ഒരു ഏരിയയിൽ ആദ്യത്തെ ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ ഉപ്പാൻ്റെ ഒരു ലെഗസി നമുക്കൊരു ബിസിനസ് ലെഗസിയാണ്, ആ ഉപ്പൻ്റെ ഫാമിലീൻ്റെ ലെഗസി. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുമല്ലോ. അതായത് ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഫീല് ചിലപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്നിലേക്ക് വരും. പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഫാദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലിക്കറ്റിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരുന്നു. ആൻഡ് ഹീ വാസ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ഫാറൂഖ് കോളേജ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള അത് രണ്ടും കൂടിയൊക്കെ ഒരു മിക്സായിട്ട് ഒരു ജീനായിട്ട് എന്നിലേക്ക് വന്നതാവാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി എൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും, എങ്ങനെയാണ് ഇങ്ങനെ ഇതിലേക്ക് വന്നതെന്നുള്ളത്. എന്തായാലും ഐ എം സോ ഹാപ്പി, വെരി ഹാപ്പി ദാറ്റ് ഇത്രയും വലിയൊരു സ്ട്രെങ്ത് ഉള്ള കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് അതാണ്. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റുഡൻറ്റ് വന്ന് പഠിച്ച് അവന് നല്ലൊരു ജോലി കിട്ടി, അവന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ്റെ വീട്ടുകാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനേക്കാളും കൂടുതൽ സന്തോഷം എന്താ ഉള്ളത്? നമ്മളൊരു എനർജി അതാണ്, ആ ഒരു ഹാപ്പിനെസ്സാണ്. നമ്മൾ ഓരോ സ്റ്റുഡൻറ്റും നമ്മളെ ബ്രാൻഡ് അംബാസഡേഴ്സാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസിൽ പണ്ട് കാലത്തൊക്കെ നമ്മളെടുത്ത് പഠിച്ച കുട്ടികളൊക്കെ തന്നെ വലിയ കമ്പനീസ്, ഇപ്പോൾ മൈക്രോസോഫ്റ്റിലും ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്ന, ഗൂഗിളിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മൾ സ്റ്റുഡൻസ് ഉണ്ട്. ഭയങ്കര സന്തോഷമല്ലേ? അത് അങ്ങനെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര, ഇപ്പം സാർ ഒരു വർഷം പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞു, അതൊക്കെ ഫുള്ളി സക്സസ്ഫുൾ ആണെന്ന് വേണം കണക്കാക്കാൻ. അപ്പൊ അല്ല, പക്ഷെ എന്താ ഞാൻ തന്നെ അത് പറയുമ്പോൾ ഒരു സുഖമില്ല. ഇല്ലല്ലേ, ഞാൻ അതുകൊണ്ട് പറഞ്ഞു. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ അറൗണ്ട് ഒരു 2.7 മില്യൺ 27 ലക്ഷം കുട്ടികൾ, ഇതൊക്കെ എന്താ പറയുക വലിയ വലിയ കണക്കുകളാണ്. ഇതൊന്നും ആർക്കും ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദീസ് മെനി കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ്, ഇതൊന്നും അത്ര എളുപ്പമല്ല. ആൻഡ് ഐ എം സോ ഹാപ്പി അഗെയിൻ ലൈക്ക് എനിക്ക് കുറേ ഇങ്ങനെ ഡ്രീമുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡ്രീമായിരുന്നു ടു ബിക്കം എ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആവണം, ഒരു കോർപ്പറേറ്റ് കമ്പനി ആവണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയർ വി ബിക്കെയിം ദ ഫസ്റ്റ് കമ്പനി ഫ്രം കേരള ടു ബി ലിസ്റ്റഡ് ഓൺ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ന് ജിടെക് ജെനെക്സ് എഡ്യൂക്കേഷൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കും ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഭയങ്കര എന്താ പറയുക, ഞാനൊരു പാഷനേറ്റ് എഡ്യൂക്കേറ്ററാണ്. ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി ഞാൻ പറഞ്ഞ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മളടുത്ത് വരുന്ന ആൾക്കാർ, അവരെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, അവർ നമ്മളിലൂടെ വളരണം, ഇങ്ങനെയൊക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ നമ്മളെ ബ്രാഞ്ചിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ തന്നെ ഡേ ടു ഡേ ലെവലിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ജിടെക്കിൻ്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഫിലോസഫി ഇതാണ് എന്നിപ്പോൾ സാർ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ചോദിക്കണം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? തീർച്ചയായും നമുക്ക് വിഷനും മിഷനും ഒബ്ജക്റ്റീവും എല്ലാം ഉണ്ട്. ഇതൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പുതിയതല്ല. എല്ലാം നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ മിഷന് നമ്മളെ ഒബ്ജക്റ്റീവ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100% ഒരു സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മളെ മിഷൻ അതാണ്. നമ്മളെ വിഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേൾഡ് വൈഡാണ്. അതേപോലെ ഒബ്ജക്റ്റീവും വളരെ ഡിഫറെൻ്റ് ആണ്. വി വാണ്ട് ടു ബി ദ നമ്പർ 1 എഡ്യൂക്കേഷൻ സെൻറ്റർ വേർ എവർ വി ആർ. വെദർ വി സ്റ്റാർട്ട് ഇൻ ആഫ്രിക്ക, വി ഹാവ് ടു ബി നമ്പർ 1 there. That means വി ഡോണ്ട് കോംപ്രമൈസ് ഫോർ സെക്കൻഡ് ഓർ തേർഡ്. ഒരു സാറിനോട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ജിടെക്? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്ന ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു മെഷീനറി ഉണ്ട്, ഒരു SOP എല്ലാത്തിനുണ്ട്. കാരണം മാനേജിങ് 1 ലക്ഷം കുട്ടികൾ ഇൻ എ ഇയർ. ഇപ്പം കഴിഞ്ഞ കൊല്ലം 2023 1,58,773 കുട്ടികളാണ്. ഇത് അതായത് എന്നെ ഒരു ഉറക്കത്തിൽ വിളിച്ചിട്ട് ഇത് ചോദിച്ചാൽ കാരണം എനിക്ക് ഓരോന്നും ഇമ്പോർട്ടൻ്റാ. ഓരോ സ്റ്റുഡൻറ്റും എന്നെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റാ. 1,58,773 കുട്ടികൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ജിടെക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇത്രയും കുട്ടികൾ മുഴുവൻ ഞാൻ പറഞ്ഞു നമ്മളെ ബ്രാൻഡ് അംബാസഡേഴ്സാണ്. വി വാണ്ട് ദം ടു സീ അവരവരുടെ എന്ത് കോഴ്സിനാണോ വന്നത് അതിൽ നന്നായിട്ട് പഠിച്ച് എക്സൽ ചെയ്ത് നല്ല ജോലി കിട്ടി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ആവശ്യം അതാ. അവരുടെ അടുത്ത് നിന്ന് ഒരു ഫീസ് വാങ്ങുക എന്നതിലുപരി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ഡബിൾ ഇമ്പാക്റ്റാണ്. ഇപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഐ എം വെരി പാഷനേറ്റ്. ഐ വോണ്ട് ടു സീ നമ്മൾ അടുത്ത വർഷത്തേക്ക് 2025 നമ്മൾ പ്ലാൻ ഇസ് ടു ഹാവ് 1,000 സെൻറ്റേഴ്സ്. നമ്മളിപ്പോൾ ഏകദേശം 770 ചില്ലാൻ സെൻറ്ററായി.
കാരണം എല്ലാ ആഴ്ചയിലും പുതിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വി ആർ എക്സ്പാൻഡിങ് ലൈക്ക് എനിത്തിങ് ഇൻ ടു മോർ കൺട്രീസ്, മോർ കോണ്ടിനെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ അടുത്ത ഇനാഗുറേഷൻ ഈസ് ഇൻ കെയ്റോ, ഈജിപ്തിലാണ്. അപ്പം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇനാഗുറേഷൻ. ഓരോ മാർക്കറ്റും ഡിഫറെൻ്റ് ആണ്. ആ മാർക്കറ്റൊക്കെ പഠിച്ച് അവിടത്തേക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് കോഴ്സുകളൊക്കെ മാർക്കറ്റ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ത്രില്ലാണ്. അതെ, നമ്മളിപ്പോൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് G-Tech എന്നുള്ള വാക്ക്. ഇപ്പൊ ഈ G-Tech എന്നൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനൊരു പേരിടണം. അപ്പൊ ആ പേരിലേക്ക് എത്തുന്നതിനൊരു കഥ ഉണ്ട്. അപ്പൊ ആ കഥ കേൾക്കാനും എനിക്കൊരു താല്പര്യമുണ്ട്. എങ്ങനെയാണ് G-Tech എന്നൊരു പേരിലേക്ക് വന്നത്? അത് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നല്ലൊരു ടീമുണ്ടായിരുന്നു. കാരണം ഞാൻ സത്യം പറയുന്നത്, ഞാൻ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് 94 തുടങ്ങിയതൊന്നും G-Tech അല്ല, എൻ്റെതായിട്ടുള്ള വേറൊരു പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 94 ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 94 ഒന്ന് തുടങ്ങി, 96 രണ്ടാമത്തെ തുടങ്ങി, 97 ഇങ്ങനെ തുടങ്ങി വന്ന് ഒരു 6-7 എണ്ണം എൻ്റെ ഓൺ സെൻറ്റേഴ്സ് ആയപ്പോഴാണ് ഞാൻ ഇതിനൊന്ന് റീബ്രാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് തീരുമാനിച്ചത്. മനസ്സിലായില്ലേ? നമ്മളൊന്ന് റീബ്രാൻഡ് ചെയ്യാന്ന് പറയില്ലേ, ഒരു വേറെ ലോഗോ അങ്ങനെയൊക്കെ ആക്കിയിട്ട്. ആ സമയത്ത് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ട്രെയിനേഴ്സായിട്ടുള്ള ആൾക്കാർ, മാനേജേഴ്സായിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു മീറ്റിംഗ് വിളിച്ചോടത്തുനിന്നാണ് ഇങ്ങനെ ഒരു പേര്. കാരണം പേര് അതിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേര് വിളിക്കൂലല്ലോ. അങ്ങനെയാണ് ആ പേര് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ G-Techൻ്റെ ഒരു ഫുൾ ഫോം എങ്ങനെയാണ് ആ G-Tech പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ്. അതായത് എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ടുള്ള രീതിയിലേക്കാണ്. ആ കൂടെ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ GM ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. 30 വർഷമായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേര് വേണ്ടേ? അപ്പോൾ ഈ പേര് അവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായില്ല? ഇപ്പോൾ നമ്മളെ എൻ്റെ ഇപ്പോഴത്തെ HOD അക്കാഡമിക്സ് 27 ഇയേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്, 27 വർഷമായിട്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഓഫീസ് ഒരുവിധം എല്ലാവരും നല്ല സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ നോക്കും. നമ്മളൊരു ഓവറോൾ മോണിറ്ററിങ് ഉണ്ടായാൽ മതി. അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ ഗെറ്റ് മോർ ടൈം ഫോർ എക്സ്പാൻഷൻ. കാരണം ഞാൻ 94 കോഴിക്കോട് തുടങ്ങി, രണ്ടാമത്തെ വർഷം തന്നെ 96 മഞ്ചേരിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു ടൗൺ അല്ലേ? അന്ന് എൻ്റെ വയസ്സും അത്രേ ഉള്ളൂ, 30 years ago. മനസ്സിലായില്ലേ? നമ്മളാ യങ് എനർജറ്റിക് ആയിട്ടുള്ള ടൈമല്ലേ. അപ്പം നമ്മളൊരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വെച്ചാൽ എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല. ഇപ്പോൾ വെൻ യു ടോക്ക് അബൌട്ട് സേ ദുബായ് സെൻറ്റർ, അവിടുത്തെ ഗവൺമെൻറ് ഓഫ് UAE എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും എല്ലാം പാലിച്ച് വേണം അവിടെ സെൻറ്റർ തുടങ്ങാൻ. അപ്പോൾ ചില സമയത്ത് അവിടെ പോയി നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം പോകേണ്ടി വരും. ഇപ്പോൾ പലരും ചോദിക്കും എന്ത് നിങ്ങൾക്ക് പ്രാന്ത. ഇപ്പം ഞാൻ G-Tech ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് എത്രയോ ആൾക്കാർ, എൻ്റെ വളരെ ക്ലോസ് റിലേറ്റീവ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വിട്ട സമയത്ത് എൻ്റെ ഉമ്മനോട് വളരെ ക്ലോസ് റിലേറ്റീവ്സ് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ അത്ര പൈസ ചിലവാക്കിയിട്ട് ഓന അവിടെയൊക്കെ ഈ ചെറിയ വയസ്സിൽ പഠിക്കാനൊക്കെ പറഞ്ഞു, എന്തിൻ്റെ കേടാ നിനക്ക്? കാരണം അന്ന് പൈസ വേണ്ടേ? അവിടെ ഹോസ്റ്റലിൽ പോയി പഠിപ്പിച്ചിട്ട് എന്തിനാ ഇവിടെ BA എക്കണോമിക്സ് പഠിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ കോളേജില്ലേ, ഇവിടെ പഠിപ്പിച്ചാൽ പോരെ? അല്ല, ഉമ്മ എന്നോട് പറയും, എത്രയോ ആൾക്കാർ ഉമ്മനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ കേടാ അവിടെ പോയിട്ട് പഠിക്കാമെന്ന്. കാരണം എന്താ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര എക്സ്പോഷറാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഉമ്മനെ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നത്. ഉമ്മ ഈ സക്സസ് കണ്ടിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഉമ്മ ജസ്റ്റ് പാസ്ഡ് അവേ 2 years ago, 2 വർഷം മുന്നേ. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷമാണ് ഉമ്മ, ഞാൻ പറഞ്ഞത് അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഉമ്മ മരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ആ വായിലേക്ക് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉമ്മ മരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു കുട്ടീനെ പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ സിംഗപ്പൂരിലെ ഒരു കുട്ടി ഉണ്ടാവും. അവർക്ക് കുറച്ചും കൂടി ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ട് നോളജ് ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് അറിയുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ AI കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ ധാരണ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അതേ കോഴ്സ് തന്നെയാണോ അതോ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണോ? അഡ്വാൻസ് ലെവലേ ഉണ്ടാവുള്ളൂ എല്ലാം അവിടെ. ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോൾ ഇന്ന് ലോകത്തിലെ വൈബ്രൻറ്റ് സിറ്റീസിലൊക്കെ G-Tech ഉണ്ട്. യു ടേക്ക് ഓസ്ട്രേലിയ, സിഡ്നി, ഇതൊക്കെ വൈബ്രൻറ്റ് സിറ്റീസ് അല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും ടെക്നോളജിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കോഴ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ ഓരോ സമയത്തും അതിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്കുള്ള സോഫ്റ്റ്വെയറുകൾ മാറും. ഈ സോഫ്റ്റ്വെയറുകൾ കുട്ടികൾ പഠിച്ചിരിക്കണം, അപ്പോഴേ അവർക്ക് പുറത്ത് പോയാലൊരു ജോലി കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം SAP,
SAP എന്ന് പറയുന്നത് ഇപ്പോൾ ERPയിലുള്ള ഏറ്റവും ഒരു ഒരു ഹൈഫൈ സോഫ്റ്റ്വെയർ ആണ്. വലിയ കമ്പനീസ് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഹൈദരാബാദ് ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് കുട്ടികളെ SAP പഠിക്കാൻ വേണ്ടി പോവുക. ഈ SAP സാധാരണക്കാരിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമ്മൾ ജിടെക്കാണ്. അതായത് 12 വർഷം മുന്നേ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിനെ കൊണ്ടാണ് ഞാൻ SAP ഞാൻ ലോഞ്ച് ചെയ്യിച്ചിട്ടുള്ളത്. 12 വർഷം മുന്നേ. കാരണം SAP ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഐ പെയ്ഡ് 3 crores. അപ്പോൾ 12 വർഷം മുന്നേ SAP നമ്മൾ കേരളത്തിൽ ലോഞ്ച് ചെയ്തു. ഇന്ന് SAP നമ്മളെ ജിടെക്കിലൊരു മെയിൻ ഹോട്ട് കേക്കാണ്. SAPയിലുള്ള എല്ലാ മോഡ്യൂൾസും, ഇപ്പം ഫൈനാൻസ് ആവട്ടെ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആവട്ടെ, എല്ലാ കോഴ്സുകളും SAP. കാരണം SAP പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ലാർജ് ഓർഗനൈസേഷൻസിലേക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്, സൗകര്യമാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കമ്പ്യൂട്ടർ പഠിക്കാനാണ് ജിടെക്കിൽ വിടുക എന്ന് പറഞ്ഞാൽ. ആണ്. അത് ഞാനും പഠിച്ചിട്ടുണ്ട്. നമ്മൾ വെക്കേഷൻ കോഴ്സായിട്ട് എൻ്റെ ചുറ്റുപാടുള്ള എല്ലാ പിള്ളേരും പഠിച്ചിട്ടുണ്ടാവും. അതെ, അതെ. ജിടെക്കിൽ പോകും പഠിക്കാൻ വേണ്ടി, കമ്പ്യൂട്ടർ പഠിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ജിടെക് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു അംബ്രല്ല, ഒരു വലിയൊരു കമ്പ്യൂട്ടറിന് ഉപരി മറ്റ് എല്ലാ കോഴ്സുകളും കൂടെ ഉൾപ്പെടുന്ന ഒരു. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ്. അതായത് സാധാരണക്കാരിലേക്ക് ഈ IT വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ജിടെക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് നടന്നിട്ടുള്ളത് 2004-ലാണ്. 2004-ൽ വി ഹാവ് ഡൺ ദ ബിഗ്ഗസ്റ്റ് ലിറ്ററസി ക്യാമ്പയിൻ ഇൻ കേരള. അത് മാതൃഭൂമി പത്രവുമായിട്ട് ചേർന്നിട്ട് മാതൃഭൂമി ജിടെക് വിജ്ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്ററസി ക്യാമ്പയിൻ, സാക്ഷരതാ യജ്ഞം നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സാക്ഷരതാ പ്രോഗ്രാമിന് അത് എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടം 2004-ൽ. ആൻഡ് മാതൃഭൂമി ഹാസ് സപ്പോർട്ടഡ്. കാരണം മാതൃഭൂമി കോഴിക്കോട് എന്നുള്ളതാണ്. വി ഹാവ് എ ഗുഡ് റാപ്പോ. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരുന്നു ചെയ്തത്. ആ പ്രോഗ്രാമിലെ ബ്രാൻഡ് അംബാസഡർ മാമുക്കോയൊക്കെയായിരുന്നു. കാരണം ഞാൻ വരെ കമ്പ്യൂട്ടർ പഠിച്ചു, ഇനി നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. 47,000 ആൾക്കാർ ആദ്യത്തെ ഫേസിൽ കമ്പ്യൂട്ടർ അത് പഠിച്ചു. എല്ലാ പ്രത്യേകിച്ച് അതിൽ വീട്ടമ്മമാർ. അപ്പോൾ അത് മാതൃഭൂമിനോടും നമ്മൾ വളരെ താങ്ക്ഫുള്ളാണ്. ബിക്കോസ് ദേ ഹാവ് മെയ്ഡ് ജിടെക് ആസ് എ ബ്രാൻഡ് ഇൻ കേരള. ആ ഒരു പ്രൊജക്റ്റ് ചെയ്തതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ടൗണുകളിലേക്കും നമ്മൾ ജിടെക് എക്സ്പാൻഡ് ചെയ്തു. ഈ സാർ എപ്പോഴും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജിടെക്കിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ അവരുമായിട്ടുള്ള ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴായിരിക്കും പ്രതീക്ഷമായ ഒരാളെ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലേ. എപ്പോഴും ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ലൈക്കും കമൻസ് ഒക്കെ വരുന്നത് നമ്മളെ സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നാണ്. അത് സോഷ്യൽ മീഡിയൻ്റെ കാലഘട്ടമല്ലേ. പക്ഷെ എന്തായാലും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പോൾ നമ്മൾ ദുബായ് ഇനാഗുറേഷന് നമ്മൾ ജിടെക് അലൂമിനി മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒമാൻ ഇനാഗുറേഷന് നമ്മളവിടെ അലൂമിനി മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൾഫിലൊക്കെ അധികം നമ്മളെ കുട്ടികളാണ് ഉള്ളത് എല്ലാ സ്ഥലത്തും. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോയാലും കമ്പ്യൂട്ടർ സെക്ഷനിൽ പോകുമ്പോൾ ജിടെക്കാരാണുള്ളത്. അതൊരു ഭയങ്കര അഭിമാനമല്ലേ. ജസ്റ്റ് ഒരു 2 ദിവസം മുന്നേ ഞാൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ട് മെഹറൂഫ് സാർ അല്ലെന്ന് വെച്ചാൽ, അതുമല്ല അവൻ്റെ ഒരു സിറ്റുവേഷൻ, വല്ലാത്തൊരു സിറ്റുവേഷൻ. അവൻ്റെ ഫാദർ മരിച്ചിട്ട് വരിക. യു ഷുഡ് നോ ദാറ്റ് ആ ഒരു സിറ്റുവേഷൻ, മൈൻഡ് സെറ്റ് ഇല്ലേ. എന്നിട്ട് അവൻ ആ ദുബായിൽ നിന്ന് ഇവിടെ എത്താൻ 3.5 മണിക്കൂർ അവൻ എന്നോട് സംസാരിച്ച് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. എന്നിട്ട് ആ 3.5 മണിക്കൂർ ആ ഫ്ലൈറ്റിൽ എൻ്റെ അടുത്തിരുന്നിട്ട് ഫുൾ കാര്യങ്ങളും, അന്ന് പഠിച്ച കാര്യങ്ങൾ, അന്ന് വണ്ടർലയിൽ പോയ കാര്യം, അന്ന് വീഗാലാൻഡാണല്ലോ, വീഗാലാൻഡിൽ മഹോത്സവത്തിന് വന്ന കാര്യങ്ങൾ. കാരണം ഹി ഫിനിഷ്ഡ് ഹിസ് കോഴ്സ്, ദെൻ ഹി ജോയിൻഡ് സം 1 year കോഴ്സ്, ദെൻ ഹി വെൻറ്റ് ടു യൂണിവേഴ്സിറ്റി ഇൻ കോയമ്പത്തൂർ, ദെൻ ഹി വെൻറ്റ് ടു UK. അവൻ്റെ ആ സ്റ്റോറി കാര്യങ്ങളൊക്കെ. പക്ഷെ അന്നത്തെ നമ്മൾ ആ ജിടെക്കിൽ നിന്ന് കിട്ടിയ ആ ഒരു ബേസ് ഇല്ല, ഫണ്ടമെൻ്റൽസ്, അത് ഭയങ്കരമായിട്ടാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാറ് പറയുന്നുണ്ട് എപ്പോഴും പെട്ടെന്ന് പ്ലേസ്മെൻ്റ് ആവും, അല്ലെങ്കിൽ ഇവർ എവിടെ പോയാലും ഇപ്പോൾ ഗൂഗിളിൽ വരേണ്ടത്. അപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഇപ്പോൾ ജിടെക് പഠിച്ചു പോയ കുട്ടികളുടെ, ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന, ഇപ്പോൾ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് ജിടെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു പ്ലേസ്മെൻറ്റ് ആൽബം ഇറക്കും. ഐ തിങ്ക് ഇന്ന് ലോകത്തിൽ നമ്മൾ പ്ലേസ്മെൻറ്റ് ആൽബത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഒരാളും ഇറക്കിയിട്ടുണ്ടാവില്ല. കാരണം ഇറ്റ്സ് അബൌട്ട് 30,000 സ്റ്റുഡൻസിൻ്റെ ഒക്കെ ആൽബമാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്തൊരു ബുക്കാക്കിയിട്ട് എല്ലാ ജിടെക്കിൻ്റെ ഫ്രണ്ട് ഓഫീസിലും ഉണ്ടാവും. നമ്മളൊരു ക്രെഡിബിലിറ്റിയാണത്. അതേപോലെ നമ്മൾ കുറേ ജോബ് ഫെയറുകൾ നടത്തും. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടലൊക്കെ ഉണ്ട്.
ഫ്രീ സർവീസാണ്. ഇത് ₹1 വരെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തും ചാർജ് ചെയ്യില്ല. പ്ലസ് നമ്മളെ സ്റ്റുഡൻസ് മാത്രമല്ല, പുറമുള്ളവർക്കും അതിൽ രജിസ്റ്റർ ചെയ്യാം. അത് നമ്മൾ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാം. ഒരുപാട് ഏകദേശം 2000-ഓളം കമ്പനികളും ഉണ്ട്. ഓക്കെ. അപ്പോൾ അവർക്ക് അവിടെ തന്നെ ഒരു ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഫോ പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ, ഇവിടെയൊക്കെയുള്ള കമ്പനികളായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവരുടെ ജോബ് റിക്വയർമെൻറ്റ് അറിഞ്ഞിട്ട് ഇത് പ്രകാരം നമ്മളെ സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അതിനൊരു സെക്ഷനുണ്ട്. ഈ എപ്പോഴും ഒരു ടീം ഉണ്ടായിരുന്നു കൂടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ഒറ്റയാൾ പോരാട്ടം മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയായിരിക്കും, ഒരു സ്വാഭാവികമായിട്ടൊരു ടീം ഉണ്ടെങ്കിലും നമ്മളൊരു ഫ്രണ്ട് എന്ന് ലീഡ് ചെയ്യാനുണ്ടായിരിക്കണം. എന്താണ് സാറിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ? എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എൻ്റെ ടീം തന്നെ. ഐ എം എ പേഴ്സൺ ഓഫ് ആക്ഷൻ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ തീരുമാനങ്ങളും ആക്ഷനൊക്കെ ഞാൻ എടുക്കും. അപ്പോൾ ആ ആക്ഷൻ എടുക്കുന്ന സമയത്ത് അതിനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടീമുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഓൺടർപ്രണർ ആയിരുന്നിട്ട് ഇപ്പോൾ സക്സസ് ആയി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്ന ഓൺടർപ്രണേഴ്സ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലൊരു സംവിധാനം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്നവർക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് സാർ എന്ത് അഡ്വൈസ് കൊടുക്കും? ഫസ്റ്റ് അഡ്വൈസ് ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സിന് എല്ലാം സ്പീഡായിട്ട് വേണം. ഇപ്പം ഇന്നൊരു സ്ഥാപനം തുടങ്ങി നാളെ തന്നെ സക്കർബർഗ് ആവണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയം വേണം എന്തായാലും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി ഇതാക്കണം. എന്താ പറയുക, ചിലവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയി അങ്ങോട്ട് റെയിലിൻ്റെ മുകളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവും. അതൊരിക്കലും പാടില്ല. ഒരുപക്ഷെ CSR അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഈ ലിറ്ററസി ക്യാമ്പയിൻ നടത്തിയ അതാണ് ചീട്ടൊക്കെ. പക്ഷെ ഇപ്പോഴും കുറെ ആക്ടിവിറ്റീസ്, ഇപ്പോൾ വനിതാ ദിനത്തിലേക്ക് ഇഷ്ടംപോലെ ഈ വനിതാ ദിനത്തിൻ്റെ ഇതൊക്കെ ഭയങ്കര ഒരു പ്രൊജക്റ്റാണ് അത്. അതായത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, ഒരു കേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലവർ കൊടുക്കും, വാട്സപ്പിൽ 2 മെസ്സേജ് അയക്കും. നമ്മൾ കഴിഞ്ഞ വർഷം അത് തുടങ്ങിയിട്ടുള്ളത് 1000 വനിതകളെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് ദത്തെടുത്ത് അവരെ സൗജന്യമായിട്ട് പഠിപ്പിച്ച്, സൗജന്യമായിട്ട് 6 മാസം 7 മാസം 8 മാസമുള്ള 2-3 കോഴ്സുകൾ കൊടുത്ത് പഠിപ്പിച്ച ആ മുഴുവൻ ആൾക്കാരും നമ്മൾ ജോലി കൊടുത്ത് ₹1 വാങ്ങാതെ. ഇപ്പം ഞാൻ നമ്മളെ ബ്രാഞ്ചുകളിലൊക്കെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ VIP നമ്മളെ, മനസ്സിലായില്ലേ? അപ്പോൾ അവർ സൗജന്യമായിട്ട് പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ പാടില്ല. അവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ 1000 ചെയ്തു, ഇക്കൊല്ലം ഞാൻ 1 കൂട്ടി 1001 ആക്കി. ആർക്കാണോ ആവശ്യമുള്ളത് ആ ആവശ്യക്കാരിലേക്ക് എന്നും എത്തും ഞാൻ, ഉറപ്പാണ്. കാരണം നമ്മളെന്താ പറയുക, ഇപ്പോൾ നമ്മൾ കുറേ അതായി ഇതായി അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു, അതൊന്നും ഒരു കാര്യമില്ലാന്നേ. മനുഷ്യന് സത്യം പറയണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ അതിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള ഒരാളാണ്. മനസ്സിലായത്? നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാൻ കുറേ ആൾക്കാർ വരണം. അതാണ് നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. അതാണ്. അത് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ കുറേ പൈസ ഉണ്ടാക്കി ബാങ്കിലിട്ട് ബാങ്കിൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഭയങ്കര അതിലൊരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് നേടാൻ വേണ്ടി പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് അതിലൂടെ ഒരാൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റി, അവരുടെ ആ ഒരു മുഖം, അവരുടെ ആ ഒരു ചിരി, അവരുടെ ആ 2 വാക്കൊക്കെ ഒരു ഭയങ്കര. എനിക്ക് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് സാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഓരോ വർഷവും ഇപ്പോൾ നമ്മളെ ഈ സുഖമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്, കുറേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ, ഇപ്പോൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികളൊക്കെ നമ്മൾ കുറേ പേരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പല നമ്മളെ സെൻറ്ററുകളിലായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം എന്താ പറയുക, അവരുടെ ബുദ്ധിമുട്ട് ആ പേരൻസിനെ അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതൊന്നും പറ്റാത്ത എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ സമൂഹത്തിലുണ്ട്, അവരാരും കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മളൊരു നന്മ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 10 ഇരട്ടി നമുക്ക് നന്മ കിട്ടിക്കൊണ്ടേയിരിക്കും. അതന്നെയായിരിക്കും സക്സസ് ഓഫ് ജിടെക് എന്ന് പറയാൻ പറ്റുന്നത്.